നമ്മളുടെ എല്ലാം ഫുഡ് ടേബിൾസ് ഏറ്റവും കൂടുതൽ നമ്മൾ സെർവ് ചെയ്യുന്നത് അവിടെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ക്രോപ്സ് ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ റൈസ് ആണുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ടേബിളിൽ ഫുഡ് സെർവ് ചെയ്യുമ്പോൾ റൈസ് ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ ഇസ്രായേലിൽ സെർവ് ചെയ്യുമ്പോൾ അവർക്ക് 7 സ്പീഷീസ് ഓഫ് ഫുഡ് ഉണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ടതാണ് വൈൻ അല്ലെങ്കിൽ ഗ്രേപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കുമ്പം പ്രത്യേകിച്ചും സ്പെഷ്യൽ ഡേയ്സിൽ, സാബത്തിൽ, റെഗുലർ ഡേയ്സിൽ എല്ലാവരും വൈൻ അവർ സെർവ് ചെയ്യുന്നതാണ്. വെഡിങ് അറ്റ് കാന ആണല്ലോ ഈശോന്റെ ഫസ്റ്റ് മിറാക്കിൾ, വെള്ളം വീഞ്ഞാക്കണം. അപ്പോൾ ഈ മിറാക്കിളിനെ എടുത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് മദ്യത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ, അതായത് കൂടുതൽ ആൽക്കഹോളിക്കും ഡിസ്റ്റിലറി നടത്തുന്നവരെ അല്ലെങ്കിൽ കൂടുതൽ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ, അതിൽ ഒരുപാട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഡയറക്ട്ലി ഇത് ഈശോ എൻകറേജ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ ഈശോ ഒരു എൻകറേജ്മെന്റ് നടത്തിയിട്ടില്ല. അവരുടെ സ്റ്റേപ്പിൾ ഫുഡാണിത്. സ്റ്റേപ്പിൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബിവറേജ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൻ. ബൈബിളിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ സ്ട്രോങ് വൈൻ അഗേൻസ്റ്റ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഈശോ അവിടെ മിറാക്കിൾ ചെയ്യുന്നത് ആ ഫാമിലിയിൽ അന്നത്തെ സെലിബ്രേഷൻ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അതായത് ഈശോനൊരു താല്പര്യം ഉണ്ടായിട്ടും കൂടിയല്ല അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇടപെട്ടത്. ആ സമയത്ത് ഈശോ പറയുന്ന ഒരു വാക്കിനോട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാനൊന്നും തിരുത്താനും മാറ്റാനും അല്ല, പഴയ നിയമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ്, കരുണയും സ്നേഹത്തെയും കുറിച്ച് പഠിപ്പിക്കാൻ.